ഹരി ഓം. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചില ആചാര്യന്മാർ, അതായത് ആചാര്യന്മാർ ആപേക്ഷികമായിരിക്കും. എന്നാലും ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക. ആചാര്യന്മാർ ആപേക്ഷികം എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് അറിയുന്നത് മറ്റുള്ളവർക്ക് അറിയില്ല. ചിലർക്കറിയുന്നത് മറ്റു ചിലർക്കറിയില്ല. അതാണ് ആപേക്ഷികം എന്ന് പറയുന്നതിന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ പരമാർത്ഥമായിട്ടും ഭഗവത്ഗീതയിൽ പറയും പോലെ വിമർശനാത്മക ബുദ്ധിയോടുകൂടി കാണാം. വിമർശനാത്മക ബുദ്ധിയോടുകൂടി കണ്ടിട്ട് പൂർണ്ണമായിട്ട് ഇവാലുവേഷൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ പറയാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് തെറ്റുപറ്റില്ല. ഈ ചൈതന്യയെ പോലെയുള്ള ആചാര്യന്മാരിൽ നിന്നും ഇത്തരം കാര്യങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. മാത്രമല്ല, ഉദിച്ചൈതന്യ എല്ലാവർക്കും വേണ്ടപ്പെട്ടതും ശ്രേഷ്ഠനുമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരിക്കലും ഇതുപോലെ സന്ദീപ് ചൈതന്യമായി മാറാൻ ശ്രമിക്കരുത് എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സന്ദീപ് ചൈതന്യ ആകെ നശിച്ചുപോയി, അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഉദിച്ചൈതന്യ ഇതുവരെ ഒരു കാരണവശാലും ആ ഭഗവാന്റെ ഒരു അനുഗ്രഹം വിട്ട് പോയിട്ടില്ല. അത് പോവാണ്ടിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ ഒരു കാര്യം തുറന്നു പറയാം. നമ്മൾ ചൊല്ലുന്ന ആ മന്ത്രം, അതായത് ഗുരുമന്ത്രമാണ്. ഗുരു മന്ത്രമായിട്ട് തന്നെയാണ് അതിപ്പോഴും എല്ലാവരും ഉപയോഗിക്കുന്നത്. ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരുവേ നമഃ എന്നുള്ള മന്ത്രത്തെക്കുറിച്ചാണ് അദ്ദേഹം പരാമർശിക്കുന്നത്. അത് ശരിക്കും നമുക്ക് പല രീതിയിലും വ്യാഖ്യാനിക്കാം. പക്ഷേ വ്യാഖ്യാനിക്കുമ്പോൾ തെറ്റായ രീതിയിൽ വ്യാഖ്യാനിക്കരുത്. അതായത് ഗുരു ബ്രഹ്മ, ഗുരു വിഷ്ണു, ഗുരു ബ്രഹ്മാവ് ഗുരുവാണ്. അതുപോലെ തന്നെ വിഷ്ണുവും ഗുരുവാണ്. എന്നാൽ ഗുരുദേവോ മഹേശ്വര, എന്നാൽ ഈ ദേവന്മാരുടെയും എല്ലാവരുടെയും ഗുരുവാണ് ആര്? പരമേശ്വരൻ, ദേവൻ. ഗുരുദേവോ മഹേശ്വര, നമ്മളത് എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ ദൈവം എന്നുള്ള വാക്കുകൾ നമ്മുടെ ഹിന്ദുക്കളിലല്ല അത് ഉപയോഗിക്കുന്നത്. ആദ്യം അത് ക്രിസ്ത്യൻ മിഷണറീസും മറ്റുള്ള ആൾക്കാരും ഉപയോഗിക്കുന്ന വാക്കാണ് ദൈവം എന്നുള്ളത്. ദൈവം എന്നുള്ളത് ശരിക്കും പിതൃസങ്കല്പമാണത്. ദൈവം എന്നുള്ളത് ഈ പിതൃക്കൾക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യുമ്പോൾ അത് ചെയ്യുന്നത് ശിവനെ സങ്കല്പിച്ചാണ് പൂജ ചെയ്യുക. അറിയാത്ത പിതൃക്കളുണ്ടായിരിക്കും, അല്ലെങ്കിൽ അറിയാത്ത ഗുരുക്കന്മാരുണ്ടായിരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ. അപ്പോൾ അവരെ നമ്മൾ ശിവൻ എന്നുള്ള സങ്കല്പത്തിൽ ശൈവമായിട്ടാണ് പൂജിക്കുക. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്നുവെച്ചാൽ ഭഗവാന്മാരെ താഴ്ത്താൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഈ ത്രിമൂർത്തികളാണ് അവർ. അപ്പോൾ ബ്രഹ്മാവും ഗുരുവാണ്, അതുപോലെ തന്നെ വിഷ്ണുവും ഗുരുവാണ്. പക്ഷേ എന്നാൽ അവരിൽ എല്ലാവർക്കും ഗുരുവാണ് മഹാദേവൻ, അല്ലെങ്കിൽ ദേവേശ്വരനായ മഹാദേവൻ എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. പിന്നെ ക്ഷേത്രങ്ങളിൽ തീർച്ചയായിട്ടും ഭഗവാൻ കുടിയിരിക്കുന്നു. അത് തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. ക്ഷേത്രങ്ങളിൽ ഈശ്വര സങ്കല്പങ്ങളുണ്ട്. ദൈവികത അല്ല ഉള്ളത്, ദൈവം തന്നെ ആണ് പഠിക്കുക. ദൈവികത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ചില പണിക്കന്മാർ പറയും നിങ്ങൾക്ക് നല്ല ദൈവികത ഉണ്ട്, അല്ലെങ്കിൽ ദൈവാധീന്യം ഉണ്ട് എന്ന് പറയും. അതെന്ന് വെച്ചാൽ അവർക്ക് ശ്രേഷ്ഠമായിട്ടുള്ള ഭഗവാന്റെ അനുഗ്രഹമുണ്ട് എന്നുള്ളത്. ഇപ്പോൾ വ്യാഴം പ്രസാദിച്ചാൽ പറയും, രാശി നോക്കുമ്പോൾ വ്യാഴം പ്രസാദിച്ചാൽ പറയും നമുക്ക് ദൈവാധീനമുള്ള രാശിയാണ് എന്ന് പറയും. അപ്പോൾ ഈ ദൈവാധീനം എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവങ്ങളുടെ, അല്ലെങ്കിൽ ഈശ്വരന്മാരുടെ അനുഗ്രഹങ്ങളുണ്ട് എന്ന് അർത്ഥം വെച്ചിട്ടാണ് അങ്ങനെ ദൈവികത അല്ലെങ്കിൽ ദൈവാധീനം എന്ന് പറയുന്നത്. അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ക്ഷേത്രങ്ങളിൽ ഈശ്വരൻ കുടിയിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം ആളുകൾ അവിടെ വന്ന് പ്രഭാഷണം ചെയ്യാൻ അവർക്ക് സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കിയാൽ വളരെയധികം സന്തോഷം. നമസ്കാരം. നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. ദൈവമാണെന്ന് ഒരിക്കലും കുട്ടികളെ പഠിപ്പിക്കരുത്. അതൊരു വലിയ അപരാധമാണ്. ഒരു വിഗ്രഹവും ദൈവമല്ല. അത് നമ്മൾ ഹിന്ദുക്കളെ തെറ്റി പഠിപ്പിച്ച് കാരണം നിങ്ങൾ അങ്ങനെ തെറ്റ് പറഞ്ഞു കൊടുത്താൽ നമ്മുടെ ഭാരത സംസ്കൃതിയെ നിങ്ങൾ മനസ്സിലാക്കാതെ പോകും. ഒരു വിഗ്രഹത്തിൽ ഒതുങ്ങുന്നതല്ല ഹിന്ദുവിന്റെ ദൈവസങ്കല്പം. മനസ്സിലാവുണ്ടല്ലോ? നമുക്ക് ദൈവമില്ല എന്നേ ഉള്ളൂ, ദൈവീകതയേ ഉള്ളൂ. അത് പറഞ്ഞു കൊടുക്കണം കുട്ടികൾക്ക്. ദൈവമില്ല. അമ്പലങ്ങളിലൊക്കെ പോകുന്നത് ആ വിഗ്രഹം എന്ന് പറയുന്നത് ഒരു ഗുരുസ്ഥാനമാണ്. ആരാണ്?
ഒരു ഗുരുവാണ്. ശിവൻ ഗുരുവാണ്. ഗുരുവിനെ ഏത് ഗുരു? അറിവിന്റെ ഗുരുക്കന്മാരാണ് ഇവരൊക്കെ. അതുകൊണ്ടാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം. കൃഷ്ണൻ വന്ദേ പറയൂ, ജഗദ്ഗുരു. സരസ്വതി അറിവിന്റെ ഗുരുവാണ്. ലക്ഷ്മി സമ്പത്തിന്റെ ഗുരു.